CBSE ബോർഡ് എക്സാമിൻ്റെ കേസ് സ്റ്റഡി മറ്റൊരു ക്വസ്റ്റ്യൻ. അത് പ്രോബബിലിറ്റിയുമായി കണക്ട് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ എ സിറ്റി സ്കൂൾ all class 12 students have mathematics and biology as their main subjects apart from 3 other subjects which include one language. The school conducted pre-board examination for class 12. In an examination, it is observed that 30% of the students failed in biology. 30% failed in biology. B complement is equal to 30 by 100. Failed in biology, so I denote as B complement. 25% in mathematics. P of M complement equal to 25 by 100. 12% failed in both biology and mathematics. P of M complement intersection B complement is equal to 12%. ഓക്കെ, ഇതാണ് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഫെയിൽഡ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കോംപ്ലിമെൻ്റ് എന്ന് കൊടുത്തത്. പി ഓഫ് ബി എന്നും പി ഓഫ് എം എന്ന് വിളിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെലക്ടഡ് സ്റ്റുഡൻറ് ഹാസ് ഫെയിൽഡ് ഇൻ ബയോളജി. പ്രോബബിലിറ്റി ദാറ്റ് ഫെയിൽഡ് ഇൻ ബയോളജി. It is known that he has failed in mathematics. മാത്തമാറ്റിക്സിന് ഫെയിലായി എന്നുള്ളത് ഓൾറെഡി അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അത് നമുക്കറിയാം. മാത്തമാറ്റിക്സിന് ഫെയിലായി എന്നുള്ളത് നമുക്കറിയാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെലക്ടഡ് സ്റ്റുഡൻറ് ഹാസ് ഫെയിൽഡ് ഇൻ ബയോളജി. ബയോളജിയിൽ ഫെയിലായതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടത്. അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് വി നോ ദാറ്റ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി റിസൾട്ട് അപ്ലൈ ചെയ്താൽ പി ഓഫ് P complement intersection M complement divided by P of M complement. P of E given F result നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. So which is equal to 12 by 100 by 25 by 100. Easily written as 12 by 25. Direct question. Second one, find the probability that the selected student has failed in mathematics. മാത്തമാറ്റിക്സിൽ ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് നോൺ ദാറ്റ്. ഗിവൺ ദാറ്റിന് പകരം ഇറ്റ് ഈസ് നോൺ ദാറ്റ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഹി ഹാസ് ഫെയിൽഡ് ഇൻ ബയോളജി. ഇത് നമുക്കറിയാം. ഇതവിടെ സംഭവിച്ചു. ബയോളജിയിൽ തോറ്റു എന്നുള്ളത് അവിടെ സംഭവിച്ചു എങ്കിൽ മാത്സിൻ്റെ കാര്യം കണ്ടുപിടിക്കണം. സെയിം ഫോർമുല പി ഓഫ് എം കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഡിവൈഡഡ് ബൈ പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ് എഴുതേണ്ടത്. ഗിവണിന് ശേഷം എന്താണോ വരുന്നത് ആ ഡിനോമിനേറ്ററിൽ നിങ്ങൾ എഴുതുന്നു. 12 by 100 ബൈ ബി കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ, ദാറ്റ് ഈസ് 30 by 100. സോ വിച്ച് ഈസ് ഈക്വൽ ടു 12 by 30. 6 വെച്ച് കട്ട് ചെയ്താൽ 2 by 5. തേർഡ് വൺ, find the probability that the selected student has failed at least one of the two subjects. Failed at least one. At least one എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് യൂണിയനാണ്. At least one. Failed in mathematics plus failed in biology and failed in both. So P of M complement union B complement. At least one എന്ന് പറയുമ്പോൾ നിങ്ങൾ സെറ്റിൽ പഠിക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അവിടെ യൂണിയൻ പി ഓഫ് എം കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എം കോംപ്ലിമെൻറ്റ്. ഫോർമുല അപ്ലൈ ചെയ്തതിൽ എം കോംപ്ലിമെൻറ്റ് 25, ബി കോംപ്ലിമെൻറ്റ് 30 മൈനസ് 12 ഡിവൈഡഡ് ബൈ 100 നമ്മൾ കോമൺ ആയിട്ട് ഇട്ടെന്ന് മാത്രം. ഓക്കെ, 30 plus 25 55 എന്ന് കിട്ടും. 55 നിന്ന് 12 പോയാൽ 55 45 43 by 100. ശരിയല്ലേ? 43 by 100. Then fourth question, find the probability that the selected student has
പാസ്ഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു സബ്ജക്റ്റ്. കുറഞ്ഞത് ഒരു സബ്ജക്റ്റിനെങ്കിലും പാസ്സാവണം, ഫെയിൽ അല്ല. അപ്പോൾ പി ഓഫ് ബി യൂണിയൻ എം, പാസ് അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്ട്സ്, പാസ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 minus പി ഓഫ് ബി യൂണിയൻ എം ദ ഹോൾ കോംപ്ലിമെൻറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1. ഒരു ഇവൻ്റ് സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയുടെ സം 1 ആയിരിക്കും. സോ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ P of B complement union M complement, which is equal to equal to 1 minus P of B complement intersection M complement, applying De Morgan's property, De Morgan's law. So which is equal to 1 minus 12 by 100. That is 88 by 100. Question പറഞ്ഞിരിക്കുന്നു find the probability that selected student pass at least വൺ ഓഫ് ദ ടു സബ്ജക്റ്റ്. കുറഞ്ഞത് ഒരു സബ്ജക്റ്റിനെങ്കിലും പാസ്സാവണം. അതായത് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് 2 സബ്ജക്റ്റിനും ഫെയിലായവരെ വേണ്ട, അല്ലേ? 2 സബ്ജക്റ്റിനും ഫെയിലായവരെ വേണ്ട. പാസ് അറ്റ്ലീസ്റ്റ്, നമുക്ക് വേണ്ടി ഡയറക്റ്റ് എഴുതണമെങ്കിലും എഴുതാട്ടോ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ് ഹാസ് പാസ്ഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു സബ്ജക്ട്സ്. കുറഞ്ഞത് ഒരു സബ്ജക്റ്റിനെങ്കിലും പാസ്സാവണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് 2 സബ്ജക്റ്റിനും ഫെയിലായ ആളുകളെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ മാത്തമാറ്റിക്സിന് മാത്രം പാസ്സായി എടുക്കാം, ബയോളജി മാത്രം പാസ്സായി എടുക്കാം, ഓക്കെ. 2നും പാസ്സായി, അവരെ നമുക്ക് എടുക്കാം. പക്ഷേ മാത്തമാറ്റിക്സിനും ബയോളജിക്കും 2നും ഫെയിലായവർ വേണ്ട. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Find the probability that the selected student has passed in mathematics if it is known that passed in mathematics P of M, given that passed in mathematics, given that he has failed in biology. He has failed in biology. ബയോളജിയിൽ ഫെയിലായി എന്നുള്ളത് സംഭവിച്ചു എങ്കിൽ മാത്സിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ബൈ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു, ഈ എം ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒരു വെൻ ഡയഗ്രം നിങ്ങൾ വരച്ചു നോക്കിയാലും മതി, പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. എം ബി, എം ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ബിക്ക് പുറത്തുള്ളത് പിന്നെ എമ്മിനകത്ത് വരുന്നത്, ഈ പോർഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ബി കോംപ്ലിമെൻറ്റ്, ബിക്ക് ഔട്ട്സൈഡ് ഇൻസൈഡ് എം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എം മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എം എന്ന് എഴുതാം. ശരിയല്ലേ? എമ്മിൽ നിന്ന് ഇൻ്റർസെക്ഷൻ പോർഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു ബൈ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എം എന്ന് പറയുന്നത് എത്രയായിരിക്കും? പി ഓഫ് എം, പി ഓഫ് എം, എം കോംപ്ലിമെൻ്റ് ഉണ്ട് 25 ആണ്. പി ഓഫ് എം എന്ന് പറഞ്ഞാൽ 75/100 ആണ്. ദിസ് ഈസ് ബി ഇൻ്റർസെക്ഷൻ 75/100 ആണ്. മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എം. ബി ഇൻ്റർസെക്ഷൻ എം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലേ? പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എം
രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. യെസ്, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എം എന്ന് പറഞ്ഞാൽ സി പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എം എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എം ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നിടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ എം കോംപ്ലിമെൻ്റ് എന്നിടാം. ബി കോംപ്ലിമെൻറ്റ് യൂണിയൻ എം കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 43/100. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 43/100 വിച്ച് ഈസ് ഈക്വൽ ടു 57/100. ശരിയല്ലേ? 100 minus 43, 57/100. So minus 57/100 whole divided by P of B complement. P of B complement നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. P of B complement is 30/100. 100 കട്ട് ചെയ്താൽ 75 minus 57/30 എന്ന് വരും. ബി കോംപ്ലിമെന്റ് ഇസ് 30. എത്ര കിട്ടും? 75 മൈനസ് 57, 67, 10, 18/30. 18/30 is the answer. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫെയിൽ ആവുന്നത് ബി എന്നെടുത്താൽ ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം കിട്ടുമായിരിക്കും കേട്ടോ. ആ റെപ്രസെൻറ്റേഷനിൽ ഇവിടെ നമുക്ക് ഡി മോർഗൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് സ്റ്റെപ്പുകൾ കൂടുതൽ വന്നു. എനിക്ക് തോന്നുന്നു പി ഓഫ് ബി ഈക്വൽ ടു 30/100 ഫെയിൽ ആവുന്നതെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഫെയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് അത് കോംപ്ലിമെൻ്റ് എടുത്ത് തുടങ്ങിയെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.